നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. മണലൂർ പഞ്ചായത്തിലെ ആനക്കാട് പൊതുശ്മശാനം റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. 4-5 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന വഴിയാണ് നാളുകളായി കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. നിരവധി വീട്ടുകാരുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹവുമായി എത്തുന്ന വാഹനങ്ങൾ ഏറെ പാടുപെട്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കാൽനട പോലും സാധ്യമാകാത്ത തരത്തിൽ പരിതാപകരമാണ് റോഡിലെ അവസ്ഥ. നിരവധി പേർക്കാണ് റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റത്. കുടിവെള്ള പദ്ധതിക്കായി റോഡ് പൊളിച്ചത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. സമീപത്തെ അന്തിക്കാട്, ചാഴൂർ പഞ്ചായത്തുകളിൽ പൊതുശ്മശാനം ഇല്ലാത്തതിനാൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ മണലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിക്കുന്ന കേന്ദ്രവും പൊതുശ്മശാനത്തിനടുത്താണ്. ഇവിടേക്ക് നിരവധി വാഹനങ്ങളാണ് ദിനം പ്രതി എത്തുന്നത്. മാലിന്യം മൊത്തത്തിൽ സംഭരിച്ചു കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഈ റോഡിലൂടെ പോകുന്നത്. പഞ്ചായത്ത് അധികൃതരെയും ജനപ്രതിനിധികളെയും പലതവണ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്നും പരിസരവാസികൾ പറഞ്ഞു. 2-3 മാസങ്ങൾക്ക് മുന്നേ കലക്ടർ ഓർഡർ പ്രകാരമാണ് ഈ പൈപ്പ് ലൈൻ പൊളിച്ചതെന്ന് ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ മണ്ണ് മുഴുവൻ ആറ്റത്ത മണ്ടിത്തറയുടെ അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഈ റോഡ് പൊളിച്ച മണ്ണ് മുഴുവൻ. ഇത് കോൺട്രാക്ടർ എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇവിടെ ഈ ജാതിയിൽ കുണ്ടും കുഴിയായിട്ട് ജനങ്ങൾ വീഴലും കാലൊടിയലും എൻ്റെ ഭർത്താവ് 2 പ്രാവശ്യം വീണു, 2 ചെരുപ്പ് പൊട്ടി. എന്നിട്ട് ഞാൻ മെമ്പർമാരോട് വിളിച്ച് പറഞ്ഞു, 2 വാർഡിൻ്റെ മെമ്പർമാരാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് പരിസ്ഥിതിൻ്റെ എന്തോ ഒരു 10,000 രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ വലിയ ബോളർ പോലത്തെ കല്ലുകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപദ്രവമായ കാര്യങ്ങളാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വണ്ടി, ഒരു ഓട്ടോറിക്ഷ കാഞ്ഞാണി സെൻറ്ററിൽ നിന്ന് വിളിച്ചാൽ വരില്ല. 30 രൂപയ്ക്ക് പോണ വഴി ഞങ്ങൾ 100 രൂപ കൊടുത്ത് പോകേണ്ട അവസ്ഥയാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. ഞാനിത് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു, എന്താ ഇതിന് പോകാൻ വഴിയെന്ന്. വാർഡ് മെമ്പർമാരെ വിളിച്ച് പറഞ്ഞത് പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടട്ടെ, മീറ്റിംഗ് കൂടിയിട്ട് അവർ തീരുമാനിക്കട്ടെ എന്നാ. ഈ കലക്ടർ ഇനി ഓർഡർ ഇട്ടാലേ ഇത് നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ മരിച്ചാൽ പോലും ഒരു വണ്ടി വരാൻ പറ്റില്ല. ശ്മശാനം, ശ്മശാനം, ആ ശ്മശാനത്തിലേക്ക് പോണ വഴിന് ഈ ജാതി വൃത്തികേടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അനാസ്ഥയല്ലേ? മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലെ പോണില്ലേ? ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇത്. ശ്മശാനം, ക്രിമിറ്റോറിയം, ഇതിലേക്ക് പോണ എത്രയോ ബോഡി സംസ്കരിക്കാൻ കൊണ്ടുവരണം. ആ വഴിയാണ് ഇത്രയും വേദനാജനകമായി കാണുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവും ഒരാൾക്കും അറിയില്ല. 2 വാർഡിൻ്റെ നടുവിൽ കൂടെ പോണ റോഡാണിത്. 4-ാം വാർഡും 5-ാം വാർഡും. ആ നടുവിലുള്ള റോഡ് ഇത്ര വൃത്തികേടായിട്ട് ഇട്ടാൽ ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇതിട്ട് അറിയും. ഇവിടുത്തെ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു, ഇവിടെ ആരും പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. പ്രതികരിക്കുന്നവരെ ആർക്കും ഒട്ടും ഇഷ്ടമില്ല. മണലൂർ ആനക്കാട് പരിസരത്തെ വലിയ കടന്നൽ കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. മണലൂർ 5-ാം വാർഡിലെ തട്ടിൽ മണ്ടി ഇഗ്നേഷ്യസിന്റെ വീടിന് സമീപത്തെ പ്ലാവിന്മേലാണ് ഭീമൻ കടന്നൽ കൂടുള്ളത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിനരികെയാണ് കടന്നൽ കൂട് അപകടകരമായ രീതിയിൽ നിൽക്കുന്നത്. ജനവാസ കേന്ദ്രത്തിൽ നിൽക്കുന്ന കടന്നൽ കൂടിന്റെ അപകടാവസ്ഥ മണലൂർ പഞ്ചായത്ത് അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കനത്ത കാറ്റിലും മഴയിലും പക്ഷികൾ ഇടിച്ചും കൂട് ഇളകിയാൽ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ കഴിയുന്നത്. മണലൂർ പഞ്ചായത്തിലെ ആനക്കാട്ടിലെ, അതായത് 5-ാം വാർഡിലെ ഒരു താമസക്കാരനാണ്. ഇവിടെ വലിയൊരു കടന്നല് ഒരു പ്ലാവുമ്മ ഉണ്ടായിരിക്കുകയാണ്. അത് കുറച്ച് നാളായിട്ട് അത് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മഴക്കാലം മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പോയിട്ടില്ല. അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴി കടന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെയധികം സ്കൂൾ കുട്ടികൾ ബസ് കയറാൻ പോകുന്നതും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ട്യൂഷൻ സെൻ്ററിലേക്ക് ഒരുപാട് 10-20 കുട്ടികൾ വരുന്നതാണ്. അതിന് പുറമെ കുറേ ആളുകൾ ആ പ്ലാവിൻ്റെ താഴെ തൊട്ട് വഴികളും കൂടിയുള്ളതാണ്. അപ്പോൾ അതിൽ ആൾക്കാർ കടന്നു പോവുകയും ഇതിന് പലതരത്തിലാകുമ്പോൾ വിറകുകളോ മറ്റ് സാധനങ്ങളൊക്കെ വീഴുമ്പോൾ അത് ചുറ്റും പറന്ന പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും രീതിയിലാണ് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്, മെമ്പർ അറിയിച്ചു. എന്നിട്ട് കൂടുതലായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റ് അപകടങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും ഇതിനൊരു നിവൃത്തി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. കുറച്ചുനാൾ മുൻപ് ഈ പ്രദേശത്തിന് സമീപത്തെ മാങ്ങാട്ടുകരയിൽ വീടിന് മുകളിലെ ടാങ്ക് വൃത്തിയാക്കാനെത്തിയ വിദ്യാർത്ഥി കടന്നലുകളുടെ ആക്രമണത്തെ തുടർന്ന് മരിച്ചിരുന്നു.
നാളുകൾ വൈകുന്തോറും കൂട് വലുതായിക്കൊണ്ടിരിക്കുന്നതിനാൽ അധികൃതർ ഇടപെട്ട് ഉടൻ നടപടിയെടുക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ബീച്ച് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK സന്തോഷ്, റസീന ഖാലിദ്, സിന്ധിൽ കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന സെന്ററായ നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരം നിരവധി കടകളും സ്ഥാപനങ്ങളുമുള്ള മേഖലയാണ്. 3 ഗ്രാമപഞ്ചായത്ത് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷനുമാണ്. ഇവിടുത്തെ രാത്രികാലത്തെ വെളിച്ചക്കുറവ് പരിഹരിക്കണമെന്ന ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇതോടെ സഫലമായത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. കുടിയേറ്റ കർമ്മം വികാരി ഫാദർ ജെൻസ് തട്ടിൽ നിർവഹിച്ചു. കൈക്കാരന്മാരായ ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, ഷാജി ചാലിശ്ശേരി, ഭാരവാഹികളായ KL ആന്റണി, KT വിൻസെന്റ്, AB ഫ്രാൻസിസ്, TP ജോസ്, ER ജോസഫ്സ്, CI ജോസ്, ജോൺസൺ, C ആന്റണി, CA ഔസേബ് എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 14 ഞായറാഴ്ചയാണ് തിരുനാൾ. AIYF മണലൂർ മണ്ഡലം ശില്പശാല വാടാനപ്പള്ളിയിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CK രമേശ് അധ്യക്ഷനായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, സാജൻ മുടവങ്ങാട്ടിൽ, AB ബിജീഷ്, CB സുനിൽകുമാർ, ബിജിത ഗിരീഷ്, CV സന്ദീപ്, സജീഷ് വാലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന വായന പക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PV ദിലീപ് കുമാർ അധ്യക്ഷനായി. ഗ്രന്ഥശാലയിലെ മികച്ച വായനക്കാരനായ PK തിലകനെ ഗ്രന്ഥശാലയുടെ മുൻ സെക്രട്ടറി BM പ്രേംലാലിന്റെ ഓർമ്മയ്ക്കായുള്ള ഉപഹാരം നൽകി അനുമോദിച്ചു. ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം TK ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗീത ദിലീപ്, K നസീമ, അപർണ, UK ഗോപാലൻ, ഷാരി ജിഷാന്ത്, VB രാജേഷ്, ബിന്ദു ഉണ്ണി, NK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. SC/ST ഫെഡറേഷൻ തളിക്കുളം പഞ്ചായത്ത് സമ്മേളനം നടന്നു. ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായൺ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം വ്യാപാരി ഭവനിൽ നടന്ന സമ്മേളനത്തിൽ AK ജീവനാഥൻ അധ്യക്ഷനായി. SC/ST ഫണ്ടും ജനപ്രതിനിധികളും നമ്മുടെ കടമകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഭീം മിഷൻ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സജി K ചേരമൻ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി നിഷ രാജേഷ്, KC സജീവൻ, TR കേശവൻ, NA അഭയൻ, AP ഉദയകുമാർ, PR ധർമ്മരാജ് എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഡോക്ടർ അംബേദ്കർ നവീകരണ കോളനി പദ്ധതി പ്രകാരം 1 കോടി രൂപ മുൻ MLA വഴി അനുവദിച്ചിട്ടുള്ളതാണ്. പട്ടികജാതി കുടുംബങ്ങളുടെ സാമൂഹ്യപരമായ പുരോഗതി ലക്ഷ്യമാക്കിയ പദ്ധതി മറ്റു വിഭാഗങ്ങൾക്കും റോഡ് വികസനം മുതലായ പദ്ധതി കൂടി ഉൾപ്പെടുത്തി അവിഹിതമായി ഫണ്ട് ചെലവഴിച്ചതിൽ അഴിമതിയും ചില വ്യക്തി താൽപര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന് ഫെഡറേഷൻ കുറ്റപ്പെടുത്തി. പട്ടികജാതി വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും സമ്മേളനം ഏകകണ്ഠേന ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഭാരവാഹികളായി ഉദയൻ കടവത്തിനെ ചെയർമാനായും വാസു തൂമാട്ട് വൈസ് ചെയർമാനായും രേഖ മനോജ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. 14-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ADS പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വാർഡ് മെമ്പർ സനിത സജൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ ബിന്ദു മനോജ് അധ്യക്ഷയായി. ചടങ്ങിൽ SSLC +2 ഫുൾ A+ നേടിയവരെയും കരാട്ടെ വിവിധ മത്സരങ്ങളിൽ ഗോൾഡ് മെഡൽ നേടിയ കുട്ടികളെയും ആദരിച്ചു. ADS സെക്രട്ടറി റിൻഷ ജനേഷ്, യമുന രാജു, ഇന്ദ്രജ P വേണു, ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പരിസര ശുചിത്വത്തിൽ ആരോഗ്യത്തിൻ കാര്യത്തിലും നമുക്കെല്ലാം ബോധമായ കാലം വന്നല്ലോ. നെഹ്റു സ്റ്റഡീസ് സെന്റർ കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അഭിനന്ദനം 2024 പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി. താന്യം പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളും A+ നേടിയ
വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും MBBS നേടിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. പ്രാദേശിക പത്രപ്രവർത്തകരായ സായു തൃപ്രയാർ, ഷാജു കാരമുക്ക്, മണികണ്ഠൻ കുറുപ്പത്ത്, EC അനിൽ, സുബ്രൻ അന്തിക്കാട്, അഭിഷേക്, അരുൺ ശശി, റിജു കണക്കന്തര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഡോക്ടർ വിഷ്ണു നെഹ്റു സ്റ്റഡി സെന്ററിന് കൈമാറിയ വീൽചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഏറ്റുവാങ്ങി. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറേൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനുമോദന സദസ്സ് താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മണപ്പുറം സമീക്ഷ വൈസ് ചെയർമാൻ MB സജീവൻ, KMCC സംസ്ഥാന ജോയിന്റ് കൺവീനർ MK ചന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CT ജോസ് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, നിസാർ കുമ്മക്കണ്ടത്ത്, ഹരിദാസൻ ചെമ്മാപ്പള്ളി, ജഗദീഷ് വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, സിദ്ദിഖ് കൊളത്തേക്കാട്ട്, ഗീതാദാസ്, വില്ലി പട്ടത്താനം എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.